കഴിഞ്ഞ ദിനം മെക്സിക്കോയിൽ ഒരു മാരത്തൺ നടന്നു. ഏകദേശം 30,000 പേർ ഈ മാരത്തണിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. 42 കിലോമീറ്റർ ഓടിയ 30,000-തിനടുത്ത ആളുകൾക്കിടയിൽ ഒരാളെ മെക്സിക്കോയ്ക്ക് വളരെ സുപരിചിതനായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മെക്സിക്കോ അതിരൂപതയുടെ സഹായമെത്രാനായ ബിഷപ്പ് കാർലോസ് എൻഡിക് സമാനിഗോ ലോപ്പസ് ആയിരുന്നു. മെക്സിക്കോയിലെ ഒളിമ്പിക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മാരത്തോണിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന ആലേഖനം ചെയ്ത ടീഷർട്ട് അണിഞ്ഞ ബിഷപ്പ് കാർലോസ് എൻഡിക് തന്നെയായിരുന്നു വാസ്തവത്തിൽ ഈ മാരത്തണിൽ ശ്രദ്ധേയനായത്. ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം സമന്വയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ അനുഭവം എന്നായിരുന്നു 42 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയ ശേഷം ബിഷപ്പ് പറഞ്ഞത്. ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം സ്പോർട്സ് ഉപേക്ഷിക്കാൻ നിർബന്ധിതനായ ബിഷപ്പ് കോവിഡ് കാലഘട്ടത്തിലാണ് ഇത് വീണ്ടും പുനരാരംഭിച്ചത്. ആദ്യമൊക്കെ വെറും 1 മിനിറ്റ് മാത്രമേ ഓടാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നും എന്നാൽ പരിശ്രമം മിനിറ്റുകൾ മണിക്കൂറുകളാക്കി മാറ്റിയെന്നും ബിഷപ്പ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 21 കിലോമീറ്റർ ദൂരമുള്ള ഒരു മാരത്തണിലും ബിഷപ്പ് പങ്കെടുത്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി കാൽമുട്ടിനേറ്റ പരിക്ക് മൂലം 10 കിലോമീറ്റർ ദൂരമെത്തിയപ്പോൾ ഓട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ഇത്തവണ 42 കിലോമീറ്റർ പൂർത്തിയാക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് താൻ പങ്കെടുത്തതെന്നും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്നും ബിഷപ്പ് പറയുന്നു. സ്വർഗത്തിലേക്കുള്ള വഴിയും ഇതുപോലെ പലവിധ പ്രതിബന്ധങ്ങളും നിറഞ്ഞതാണെന്നും തൻ്റെ മാരത്തൺ അനുഭവങ്ങളെ മുൻനിർത്തി പ്രതീകാത്മകമായി ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വിവിധ ലക്ഷ്യങ്ങൾക്കായി നിരവധി ആളുകൾ ഓടിയ ഒരു മാരത്തോണിൽ ഒരു ബിഷപ്പ് പങ്കാളിയായതോടെ ഇത് വിശദീകരിക്കപ്പെട്ടുവെന്ന് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. അതോടൊപ്പം യേശുവിനെ മഹത്വപ്പെടുത്തിയ ടീഷർട്ട് ധരിച്ചതിലൂടെ ബിഷപ്പ് അത്രയും ദൂരം യേശുവിന് സാക്ഷ്യം വഹിച്ചുവെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു.